ഒരു മൊബൈൽ ഫോൺ കണ്ടാൽ അത് ഫോണാണോ അതോ ഒരു ഫാഷൻ ആക്സസറി ആണോ എന്നാരെങ്കിലും സംശയിച്ചിട്ടുണ്ടോ? 2003 ലോകം അപ്പോഴും സാധാരണ കീപാഡ് ഫോണുകളിലേക്ക് ഒതുങ്ങി നിന്ന സമയത്ത് പുറത്തിറക്കിയത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു ഡിസൈൻ പരീക്ഷണമായിരുന്നു നോക്കിയ 7600. 2003 സെപ്റ്റംബർ 25 പ്രഖ്യാപിച്ച ഈ ഫോൺ മാംഗോ എന്ന കോഡ് നാമത്തിലാണ് അറിയപ്പെട്ടത്. വെറും 123 ഗ്രാം ഭാരത്തോടെ എത്തിയ നോക്കിയയുടെ ആദ്യകാല 3G ഹാൻഡ്സെറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. ലണ്ടനിലെ 100% ഡിസൈൻ എക്സിബിഷനോടൊപ്പം അവതരിപ്പിച്ച നോക്കിയ 7600 ഒരു സാധാരണ മൊബൈൽ ഫോൺ എന്നതിലുപരി ടെക്നോളജിയും ഫാഷനും ഒന്നിച്ചെത്തിയ ഒരു ഡിസൈൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മാറ്റി ഉപയോഗിക്കാവുന്ന കവറുകളോടെയും തിളക്കമുള്ള നിറങ്ങളോടെയും എത്തിയ ഈ മോഡലിൽ ഏറ്റവും സാധാരണമായി കണ്ടത് മഞ്ഞ നിറമായിരുന്നു. കൂടാതെ ലണ്ടൻ, പാരീസ്, മിലാൻ പോലുള്ള നഗരങ്ങളിലെ പ്രമുഖ ഫാഷൻ സ്റ്റോറുകളിൽ മാത്രം ലഭ്യമായ 100 ലിമിറ്റഡ് എഡിഷൻ യൂണിറ്റുകളും പുറത്തിറക്കപ്പെട്ടു. അന്ന് നോക്കിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഇത് ടെക്നോളജിയും ഡിസൈനും തമ്മിലുള്ള ഒരു യുണീക്ക് മാരേജ് ആണ് എന്നാണ്. ഉടമയുടെ പേഴ്സണാലിറ്റി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ഉപകരണം. ടെക്നോളജി ഭാഗത്ത് നോക്കിയ 6650യെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ഫോൺ സീരീസ് 40 പ്ലാറ്റ്ഫോം, 65,000 നിറങ്ങൾ കാണിക്കുന്ന ഡിസ്പ്ലേ, VGA ക്യാമറ എന്നിവയോടെയാണ് എത്തിയത്. എന്നാൽ ഇന്ന് സാധാരണയായ സെൽഫി കോൺസെപ്റ്റിന് അത് വിരുദ്ധമായിരുന്നു. നോക്കിയ 7600യിൽ ഫ്രണ്ട് ക്യാമറ ഇല്ലായിരുന്നു. കാരണം ഉപഭോക്താക്കൾ സീ വാട്ട് ഐ സീ എന്ന ആശയം കൂടുതലായി സ്വീകരിക്കും എന്നാണ് നോക്കിയ അന്ന് വിശ്വസിച്ചത്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേസമയം ഏറ്റവും വലിയ പ്രശ്നവും അതായിരുന്നു അതിന്റെ അസാധാരണമായ ഒരു കീബോർഡ് ഡിസൈൻ. സ്ക്രീനിന്റെ ഇരുവശങ്ങളിലും നൽകിയ കീകൾ 2 ഹാൻഡ് ടൈപ്പിങ്ങിന് അനുയോജ്യമാകുമെന്ന് നോക്കിയ കരുതിയെങ്കിലും പരമ്പരാഗത കീബോർഡുകൾ ഉപയോഗിച്ച് തഴമ്പിച്ച ഉപഭോക്താക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായി. ഡിസൈൻ ലോകത്ത് വലിയ ശ്രദ്ധ നേടിയെങ്കിലും ഉപയോഗ സൗകര്യം കാരണം മിശ്ര പ്രതികരണമാണ് നോക്കിയ 7600ക്ക് ലഭിച്ചത്. എന്നിരുന്നാലും ഫാഷൻ ഫോൺ ആശയം, ധൈര്യമായ ഡിസൈൻ പരീക്ഷണം, 3G മൾട്ടിമീഡിയ ദർശനം എന്നിവ കൊണ്ട് തന്നെ കാലത്തേക്കാൾ മുന്നിൽ പോയ ഒരു നോക്കിയ പരീക്ഷണമായി നോക്കിയ 7600 ഇന്നും മൊബൈൽ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു.